തംബ്നെയിലിൽ കണ്ടതുപോലെ നമുക്ക് മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നമുക്ക് വീടോ കാറോ അങ്ങനെ എന്ത് വേണമെങ്കിലും സ്വന്തമാക്കാനായി സാധിക്കും. എന്നാൽ ഇതിനായിട്ട് കുറുക്കു വഴികളൊന്നും തന്നെ ഇല്ല. നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ ഡിസിപ്ലിനോട് കൂടി ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ മാത്രമേ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നേടിയെടുക്കുവാനായി സാധിക്കൂ. എന്തിനും ഒരു ലക്ഷ്യം വേണം. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു നേടാനായിട്ടുള്ള കാര്യങ്ങൾ ലക്ഷ്യമായിട്ട് സെറ്റ് ചെയ്യണം. നിങ്ങൾ പണം കൊടുത്ത് നേടുവാൻ ആഗ്രഹിക്കുന്ന നിങ്ങളുടെ സ്വപ്നങ്ങളായിരിക്കണം ലക്ഷ്യമായിട്ട് സെറ്റ് ചെയ്യേണ്ടത്. പലർക്കും ഇത് പലതാകാം. ചിലർക്ക് സ്വന്തമായിട്ടൊരു വീട് വേണമെന്നായിരിക്കും, ചിലർക്കൊരു കാർ വാങ്ങണമെന്നായിരിക്കും, ചിലർക്ക് മക്കളുടെ വിദ്യാഭ്യാസവും അതുപോലെ തന്നെ വിവാഹവുമായിരിക്കും, ചിലർക്ക് റിട്ടയർമെൻറ്റ് ലൈഫായിരിക്കും. നിങ്ങൾ നടത്തുന്ന ഇൻവെസ്റ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് എന്ത് ഗോളാണ് നേടേണ്ടതെന്ന് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതനുസരിച്ച് എത്ര രൂപ മാസം നിക്ഷേപിക്കേണ്ടി വരും, എത്ര കാലയളവിലേക്ക് നിക്ഷേപിക്കേണ്ടി വരും, ഏത് ഇൻസ്ട്രുമെൻറ്റിലാണ് നമ്മൾ നിക്ഷേപം നടത്തേണ്ടത്, അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമുക്ക് പ്ലാൻ ചെയ്യുവാനായി സാധിക്കും. നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിന് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഗോൾ നേടണമെന്നൊരു ലക്ഷ്യമുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയായിട്ട് മുടങ്ങാതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ ഒരു ഡിസിപ്ലിൻ കൊണ്ടുവരുവാനായി സാധിക്കും. ഇങ്ങനെ നിരവധി ഗുണങ്ങളാണ് നമ്മളൊരു ഗോൾ സെറ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയാൽ ഉണ്ടാവുന്നത്. നമ്മുടെ ഗോളുകളെ നമുക്ക് പ്രധാനമായിട്ടും മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്നാമത്തത് ഷോർട്ട് ടൈം ഗോൾസ്, അതായത് ചുരുങ്ങിയൊരു കാലയളവിനുള്ളിൽ നമ്മൾ നേടുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. എക്സാമ്പിളായിട്ട് നമുക്കൊരു മൊബൈൽ ഫോൺ വാങ്ങണം, അല്ലെങ്കിൽ എന്തെങ്കിലും അതുപോലുള്ള ഗാഡ്ജറ്റുകൾ വാങ്ങണം, ഇല്ലെങ്കിൽ എങ്ങോട്ടെങ്കിലും യാത്ര പോകണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ഷോർട്ട് ടൈം ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്യാം. രണ്ടാമത്തേതാണ് മീഡിയം ടൈം ഗോൾസ്, അതായത് 1 വർഷം മുതൽ 5 വർഷം വരെയുള്ള ഒരു കാലാവധിക്കുള്ളിൽ നിങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. എക്സാമ്പിളായിട്ട് നിങ്ങൾക്കൊരു 2 വീലർ വാങ്ങണം, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മീഡിയം ടൈം ഗോൾസ് ആയിട്ട് സെറ്റ് ചെയ്യാം. മൂന്നാമത്തെ ഒരു കാറ്റഗറിയാണ് ലോങ് ടൈം ഗോൾസ്, അതായത് 5 വർഷത്തിന് മുകളിലുള്ള ഒരു കാലാവധിക്കുള്ളിൽ നിങ്ങൾ നേടുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ. എക്സാമ്പിളായിട്ട് നിങ്ങൾക്കൊരു വീട് വെക്കണം, അല്ലെങ്കിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം, അവരുടെ വിവാഹം, അല്ലെങ്കിൽ നിങ്ങളുടെ റിട്ടയർമെൻറ്റ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ലോങ് ടൈം ഗോൾസ് എന്നൊരു കാറ്റഗറിയിൽ ഉൾപ്പെടുത്താം. നിങ്ങളുടെ ഇത്തരത്തിലുള്ള ഗോൾസ്, അതായത് സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം, അല്ലെങ്കിൽ ഒരു കാർ വാങ്ങണം, അല്ലെങ്കിൽ ഒരു മൊബൈൽ ഫോൺ വാങ്ങണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നേടുവാനായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ലോൺ എടുക്കുവാനായി സാധിക്കും. ലോൺ എടുക്കുന്നതിൽ തെറ്റൊന്നുമില്ല, പക്ഷേ അതിനേക്കാൾ ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി നമ്മുടെ ഗോൾസ് നേടിയെടുക്കുക എന്നത്. നമ്മൾ ലോൺ എടുത്ത് നമ്മുടെ ഇതുപോലുള്ള ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കുമ്പോൾ നമ്മൾ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പണത്തിൻ്റെ ഒരു വലിയൊരു പങ്ക് നമ്മൾ പലിശ ഇനത്തിൽ നമ്മുടെ ബാങ്കിന് നമ്മൾ നൽകുന്നുണ്ട്. മാത്രമല്ല നമ്മളെടുത്ത ആ ഒരു ലോൺ അടച്ച് തീരുന്നത് വരെ നമുക്കൊരു സമാധാനം ഉണ്ടാകില്ല. എല്ലാ മാസവും നമ്മൾ കറക്റ്റായിട്ട് EMI അടക്കാനുള്ള പണം എങ്ങനെയെങ്കിലും നമ്മൾ കണ്ടെത്തിയിരിക്കണം. നമ്മൾ ഒരു ഹോം ലോണൊക്കെ എടുത്ത് വീട് വെക്കുവാൻ നേരത്ത് നമ്മുടെ പ്രോപ്പർട്ടി ഡോക്യുമെന്റ്സ് ഒക്കെ ബാങ്കിൽ പണയം വെച്ചായിരിക്കും നമ്മൾ ലോൺ എടുക്കുന്നത്. ഇങ്ങനെ ലോൺ എടുത്ത് വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ ഒരു ലോൺ എപ്പോൾ ക്ലോസ് ചെയ്യുന്നോ അപ്പോൾ മാത്രമേ ആ ഒരു പ്രോപ്പർട്ടി നമ്മുടെ സ്വന്തമായിട്ട് മാറുന്നുള്ളൂ. അതുവരെ അത് ബാങ്കിന്റെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് തന്നെ ലോൺ എടുത്ത് വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ ലോൺ അടച്ചു തീർക്കാതെ ആ വീടിനുള്ളിൽ കിടന്നാൽ ഉറക്കം വരില്ല എന്ന് പലപ്പോഴും പലരും ഇങ്ങനെ പറഞ്ഞ് കേൾക്കാറുണ്ട്. നമ്മൾ ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും മുമ്പ് ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എക്സാമ്പിളായിട്ട് നമ്മൾ ഒരു എമർജൻസി ഫണ്ട് കണ്ടെത്തി സേവ് ചെയ്ത് വെക്കണം. കാരണം ഇപ്പോഴാണ് നമുക്ക് ഒരു എമർജൻസി സിറ്റുവേഷൻ വരിക എന്ന് പറയാൻ സാധിക്കില്ല. പലപ്പോഴും നമ്മൾ എമർജൻസി ഫണ്ട് സ്വരൂപിച്ച് വെച്ചില്ലെങ്കിൽ എമർജൻസി സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ബ്രേക്ക് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. പലപ്പോഴും നമ്മൾ നിക്ഷേപം നടത്തിയ പണം വരെ പിൻവലിച്ച് നമ്മുടെ ഒരു എമർജൻസി സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യേണ്ട ഒരു അവസ്ഥ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളൊരു ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യും മുമ്പ് ഒരു എമർജൻസി ഫണ്ട് കണ്ടെത്തി സൂക്ഷിച്ചു വെക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥയിൽ എമർജൻസി ഫണ്ടിൻ്റെ ഇമ്പോർട്ടൻസ് എല്ലാവർക്കും തന്നെ മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. പലർക്കും തന്നെ ജോലിക്ക് പോകുവാൻ സാധിക്കാത്ത ഒരു അവസ്ഥയാണ്. അവരുടെ കയ്യിൽ ഒരു എമർജൻസി ഫണ്ട് ഉണ്ടെങ്കിൽ 5-6 മാസം ജോലി ഇല്ലെങ്കിലും അവർക്ക് പിടിച്ചു നിൽക്കുവാനായി സാധിക്കും. പക്ഷേ ഒരു എമർജൻസി ഫണ്ട് കണ്ടെത്തി വെച്ചിട്ടില്ലെങ്കിൽ അവരുടെ നിക്ഷേപങ്ങളൊക്കെ ബ്രേക്ക് ആകും. അതുപോലെ തന്നെ ലോണിൻ്റെ EMI മുടങ്ങും. ഭക്ഷണ സാധനങ്ങൾ വാങ്ങണമെങ്കിൽ പോലും ആരുടെയെങ്കിലും കയ്യിൽ നിന്ന് കടം വാങ്ങേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാകും. അപ്പോൾ ആദ്യം നിങ്ങളൊരു എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്ത് വെക്കണം. രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക എന്നത്. നിങ്ങളുടെ കുടുംബത്തെ മുഴുവൻ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഫാമിലി ഫ്ലോട്ടർ ഇൻഷുറൻസ് എടുക്കുകയായിരിക്കും ഉചിതമായിട്ടുള്ള ഒരു കാര്യം. ചികിത്സാ ചിലവുകളും അതുപോലെ തന്നെ രോഗങ്ങളും വർദ്ധിച്ചു വരികയാണ്. നിങ്ങൾക്കോ നിങ്ങളുടെ കുടുംബത്തിലുള്ളവർക്കോ പെട്ടെന്നൊരു ഹോസ്പിറ്റൽ കേസ് വരികയാണെങ്കിൽ നിങ്ങൾക്കൊരു ഹെൽത്ത് ഇൻഷുറൻസ് പോളിസി ഉണ്ടെങ്കിൽ അതുപയോഗിച്ച് ആ ചിലവുകളൊക്കെ മാനേജ് ചെയ്യുവാനായി സാധിക്കും. ആദ്യം കയ്യിൽ നിന്ന് കടം വാങ്ങേണ്ടി വരില്ല, നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് ബ്രേക്ക് ചെയ്യേണ്ടി വരില്ല. അങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. മറ്റൊന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ടേം ഇൻഷുറൻസ് എടുക്കുക എന്നതാണ്. നിങ്ങളുടെ അഭാവത്തിൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സുരക്ഷിതത്വത്തിനായിട്ട് ഒരു ടേം ഇൻഷുറൻസ് എടുക്കേണ്ടതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഗോൾ ബേസ്ഡ് ഒരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യും മുമ്പ് ഈ കാര്യങ്ങളൊക്കെ ആദ്യം പൂർത്തീകരിക്കുക. നിങ്ങൾ ഒരു ഗോൾ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എത്ര നാൾ കൊണ്ട് നേടുവാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. ഇത് നിങ്ങളുടെ കറണ്ട് ഫിനാൻഷ്യൽ സ്റ്റാറ്റസും നിങ്ങൾക്ക് എത്ര രൂപ ഇൻവെസ്റ്റ്മെന്റ് നടത്താൻ സാധിക്കും അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. പിന്നെ നിങ്ങളുടെ ആ ഒരു ഗോൾ നേടുവാനായിട്ട് നിങ്ങൾക്ക് എത്ര രൂപ വേണ്ടി വരുമെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഇങ്ങനെ നിങ്ങളുടെ ഗോൾ നേടുവാൻ വേണ്ടി വരുന്ന തുക നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. കാരണം ഇന്ന് 1000 രൂപയ്ക്കുള്ള ഒരു മൂല്യമായിരിക്കില്ല ഒരു 20 വർഷം കഴിയുമ്പോൾ 1000 രൂപയ്ക്കുള്ളത്. നിങ്ങളുടെ ഗോൾ നേടുവാനായിട്ട് നിങ്ങൾക്ക് ഇന്ന് വേണ്ടി വരുന്ന ഒരു തുക ആയിരിക്കില്ല 20 വർഷം കഴിഞ്ഞ് ആ ഒരു ഗോൾ നേടുവാനായിട്ട് വേണ്ടി വരുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ഗോൾ നേടുവാനായിട്ട് എത്ര രൂപ വേണ്ടി വരുമെന്ന് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇൻഫ്ലേഷനെ കൂടി കണക്കിലെടുക്കേണ്ടതാണ്. പിന്നെ തീരുമാനിക്കേണ്ടത് എവിടെ ഇൻവെസ്റ്റ്മെന്റ് നടത്തണം. ഇത് നിങ്ങളുടെ ഒരു ഗോളിന്റെ ഡ്യൂറേഷനെ ഡിപ്പെൻഡ്
ചെയ്തിരിക്കും. ഒരു ഷോർട്ട് ടൈം ഗോൾ ആണെങ്കിൽ നിങ്ങൾ അതിനുവേണ്ടി മ്യൂച്വൽ ഫണ്ടോ അല്ലെങ്കിൽ ഓഹരി വിപണിയോ തിരഞ്ഞെടുത്തിട്ട് കാര്യമില്ല. കാരണം ചുരുങ്ങിയ ഒരു കാലയളവിനുള്ളിൽ ഓഹരി വിപണി ആയാലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ആയാലും നല്ലൊരു റിട്ടേൺ നൽകണമെന്നില്ല. അപ്പോൾ ഷോർട്ട് ടൈം ഗോൾസ് നേടുവാനായിട്ട് അതിന് യോജിച്ചൊരു ഇൻസ്ട്രുമെന്റിൽ വേണം നിക്ഷേപം നടത്തുവാനായിട്ട്. സ്വന്തമായിട്ടൊരു വീട് അല്ലെങ്കിൽ മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം അല്ലെങ്കിൽ റിട്ടയർമെന്റ് ഇതുപോലുള്ള ഒരു ലോങ് ടൈം ഗോളാണ് നിങ്ങൾക്ക് ഉള്ളതെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന ഇൻസ്ട്രുമെന്റ്സ് ആണ് ഓഹരി വിപണി ഇല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് എന്നൊക്കെ പറയുന്നത്. റിസ്ക് എടുക്കുവാൻ സാധിക്കുന്നവർക്ക് ഓഹരി വിപണി വേണമെങ്കിൽ തിരഞ്ഞെടുക്കാം. ഇല്ലെങ്കിൽ ഓഹരി വിപണിയേക്കാൾ റിസ്ക് അല്പം കുറഞ്ഞ അതുപോലെ തന്നെ റിട്ടേണും കുറഞ്ഞ ഒരു ഓപ്ഷനായ മ്യൂച്വൽ ഫണ്ട് തിരഞ്ഞെടുക്കാം. മ്യൂച്വൽ ഫണ്ടിൽ തന്നെ വിവിധ കാറ്റഗറികളുണ്ട്. നിങ്ങളൊരു ഉയർന്ന റിട്ടേൺ ആണ് നോക്കുന്നതെങ്കിൽ നിങ്ങൾ നിക്ഷേപിക്കേണ്ടത് ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളിലാണ്. ഇത്തരത്തിൽ ഓഹരി വിപണിയിൽ നിക്ഷേപം നടത്തുന്ന മ്യൂച്വൽ ഫണ്ടുകളുടെ പ്രീവിയസ് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഇവയൊക്കെ ഏകദേശം 12% മുതൽ 15% വരെ റിട്ടേൺ നൽകിയിട്ടുണ്ട്. നമ്മൾ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപം നടത്തുവാനായിട്ട് നോക്കുമ്പോൾ നമുക്ക് കുറേ അധികം ഫണ്ടുകൾ കാണുവാനായിട്ട് സാധിക്കും. നമുക്ക് തോന്നുന്ന ഫണ്ടിൽ നിക്ഷേപം നടത്തിയിട്ട് കാര്യമില്ല. അങ്ങനെ നിക്ഷേപം നടത്തി കഴിഞ്ഞാൽ പലപ്പോഴും നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് വരെ ലോസ് ആകാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ കറക്റ്റ് ആയിട്ടുള്ളൊരു ഫണ്ട് കണ്ടെത്തി നിക്ഷേപം നടത്തേണ്ടത് അനിവാര്യമാണ്. ഒന്നെങ്കിൽ നിങ്ങൾ അതിനെപ്പറ്റി വിശദമായിട്ട് പഠിച്ച് നല്ലൊരു ഫണ്ട് തിരഞ്ഞെടുക്കുക, ഇല്ലെങ്കിൽ അതിനുവേണ്ടി ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിന്റെ സഹായം തേടുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. തമ്മിലിൽ കണ്ടതുപോലെ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ 2 എക്സാമ്പിൾസ് നമുക്ക് നോക്കാം. ഒരാൾക്കൊരു സ്വന്തമായിട്ട് ഒരു വീട് വെക്കണം. ഒരു 20 വർഷം കഴിഞ്ഞ് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ 50 ലക്ഷം രൂപ വാല്യൂ വരുന്ന ഒരു വീടാണ് വെക്കേണ്ടത്. അദ്ദേഹം അതിനായിട്ട് 12% റിട്ടേൺ നൽകുന്ന നല്ലൊരു ഫണ്ട് കണ്ടെത്തി. ഇത്രയും പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം അതിനായിട്ട് മാസം എത്ര രൂപ നിക്ഷേപിക്കേണ്ടി വരുമെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യുവാനായി സാധിക്കും. ഈ ഒരു കേസിൽ അദ്ദേഹത്തിന് 20 വർഷം കഴിയുമ്പോൾ അന്നത്തെ ഒരു 50 ലക്ഷം രൂപ വാല്യൂ വരുന്ന ഒരു വീടാണ് വെക്കേണ്ടത്. അദ്ദേഹം 12% റിട്ടേൺ നൽകുന്ന ഒരു ഫണ്ടാണ് കണ്ടെത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് മാസം നിക്ഷേപിക്കേണ്ടി വരുന്ന എമൗണ്ട് എന്ന് പറയുന്നത് ഏകദേശം 5054 രൂപയാണ്. ഇനി നമുക്ക് കാർ എന്ന് പറഞ്ഞ ഒരു ഗോളിന്റെ കേസ് നോക്കാം. ഒരാൾക്കൊരു കാർ സ്വന്തമായിട്ട് വാങ്ങണം. 5 വർഷം കഴിയുമ്പോഴാണ് അദ്ദേഹം ആ ഒരു ഗോൾ നേടുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. അന്നത്തെ ഒരു സമയത്ത് 10 ലക്ഷം രൂപ വാല്യൂ വരുന്ന ഒരു കാറാണ് അദ്ദേഹം നോക്കുന്നത്. അതിനായിട്ട് അദ്ദേഹം നിക്ഷേപിക്കാൻ സാധിക്കുന്ന നല്ലൊരു മ്യൂച്വൽ ഫണ്ട് കണ്ടെത്തി. ആ ഒരു ഫണ്ടിന്റെ പ്രീവിയസ് റിട്ടേൺ എന്ന് പറയുന്നത് ഏകദേശം 13%. അപ്പോൾ ആ ഒരു ഗോൾ നേടുവാനായിട്ട് അദ്ദേഹം മാസം SIP രൂപയാണ് നിക്ഷേപിക്കേണ്ടി വരുന്ന തുക എന്ന് പറയുന്നത് 11,920 രൂപയാണ്. ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുത്തത് കൊണ്ടാണ് ഈ രീതിയിലുള്ള കാൽക്കുലേഷനൊക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾക്ക് തനിയായി കാൽക്കുലേഷൻ ചെയ്യുവാനായിട്ട് സാധിക്കും. അതിനായിട്ട് ഓൺലൈനിൽ നമുക്ക് നിരവധി ഓൺലൈൻ ടൂളുകൾ ലഭ്യമാണ്. ടൂളിന്റെ ലിങ്ക് ഞാൻ വീഡിയോക്ക് താഴെ കൊടുക്കുന്നുണ്ട്. ആ ഒരു ടൂൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഈ രീതിയിൽ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ ചെയ്യുവാനായി സാധിക്കും. ഇത്തരത്തിൽ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് തിരഞ്ഞെടുത്ത് നമ്മൾ എല്ലാ മാസവും കൃത്യമായിട്ട് നമ്മൾ നിക്ഷേപം നടത്തിയാൽ മാത്രം പോരാ, നമ്മൾ ആ ഒരു ഇൻവെസ്റ്റ്മെന്റ് കൃത്യമായ ഇടവേളകളിൽ മോണിറ്റർ ചെയ്യുകയും വേണം. ഒരുപക്ഷെ നിങ്ങൾ ഗോൾ നേടുവാനായിട്ട് സ്വരൂപിക്കാൻ ആഗ്രഹിച്ച തുക നിങ്ങൾ നിശ്ചയിച്ച കാലാവധി എത്തുന്നതിന് മുമ്പ് തന്നെ നിർമ്മിച്ചെടുക്കുവാനായി സാധിച്ചേക്കും. ഇങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ ഇൻവെസ്റ്റ്മെന്റ് നിങ്ങൾക്ക് പിൻവലിച്ച് സുരക്ഷിതമായിട്ട് മാറ്റാം. കാരണം നമ്മൾ നിക്ഷേപം നടത്തിയിരിക്കുന്നത് ഓഹരി അധിഷ്ഠിത മ്യൂച്വൽ ഫണ്ടുകളിലാണ്. ഓഹരി വിപണിയിലെ ചാഞ്ചാട്ടങ്ങളൊക്കെ തന്നെ ഇതിനെയും ബാധിക്കും. ഓഹരി വിപണിയിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് പലപ്പോഴും പ്രവചിക്കാനായി സാധ്യമല്ല. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ചെയ്യുവാനായി സാധിച്ചത് നിങ്ങൾ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് നടത്തിയത് കൊണ്ടാണ്. ഇനി നിങ്ങൾ ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ല നടത്തിയത്, നിങ്ങൾക്ക് മിച്ചം വരുന്ന ഒരു തുക എല്ലാ മാസവും കൃത്യമായിട്ട് നിക്ഷേപിക്കുകയാണ് ചെയ്തത്, എന്താണ് സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം. ഒന്നാമതായിട്ട് എത്ര നാളത്തേക്ക് നിക്ഷേപം നടത്തണമെന്ന് നമുക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. നമ്മൾ ചുമ്മാ ഓരോ മാസവും നമ്മൾ നിക്ഷേപം നടത്തിക്കൊണ്ടിരിക്കുന്നു. പലപ്പോഴും നമ്മുടെ നിക്ഷേപം മുടക്കം വന്നേക്കാം. ഇടയ്ക്ക് വേണമെങ്കിൽ നമ്മൾ അത് ബ്രേക്ക് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് എമൗണ്ട് പിൻവലിക്കാം. അങ്ങനെയുള്ള കുറേ അധികം കാര്യങ്ങൾ സംഭവിക്കാം. ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് അല്ല എങ്കിൽ നമ്മുടെ നിക്ഷേപം എപ്പോൾ പിൻവലിക്കണം എന്നതിനെപ്പറ്റി നമുക്ക് യാതൊരുവിധ ഐഡിയ ഉണ്ടാവില്ല. നമുക്ക് എപ്പോഴെങ്കിലും ഒരു ആവശ്യം വരുമ്പോൾ നമ്മൾ പിൻവലിക്കാൻ ശ്രമിക്കുമ്പോൾ മാർക്കറ്റ് ഡൗൺ ആയിരിക്കും. ആ ഒരു സന്ദർഭത്തിൽ നമ്മുടെ നിക്ഷേപം പിൻവലിക്കുമ്പോൾ നമുക്ക് നഷ്ടം സംഭവിച്ചേക്കാം. ഈ ഒരു 2 സന്ദർഭങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങളൊരു ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ഗോൾ ബേസ്ഡ് ഇൻവെസ്റ്റ്മെന്റ് തന്നെ സ്റ്റാർട്ട് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത്, സോവറൈൻ ഗോൾഡ് ബോണ്ടിന്റെ 5ാം സീരീസ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. ഓഗസ്റ്റ് 3 ഇന്നു മുതൽ വരുന്ന വെള്ളിയാഴ്ച വരെയാണ് ഇതിന്റെ കാലാവധി വരുന്നത്. ഇതിനുള്ളിൽ നിങ്ങൾക്ക് സോവറൈൻ ഗോൾഡ് ബോണ്ട് പർച്ചേസ് ചെയ്യുവാനായി സാധിക്കും. ഇതിന്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് നമുക്ക് സ്വർണ്ണം വിൽക്കുമ്പോൾ ലഭിക്കുന്ന ലാഭത്തിന് പുറമെ നമുക്ക് എല്ലാ വർഷവും നമുക്ക് 2.5% പലിശ കൃത്യമായിട്ട് ലഭിക്കും എന്നതാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് സോവറൈൻ ഗോൾഡ് ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ സുരക്ഷയുടെ കാര്യത്തിൽ നമുക്ക് ഒട്ടും പേടി വേണ്ട. സോവറൈൻ ഗോൾഡ് ബോണ്ടിനെ പറ്റിയും അത് എങ്ങനെ വാങ്ങാം എന്നതിനെ പറ്റിയുമുള്ള വിശദമായ വീഡിയോ ഇതിന് മുമ്പ് നമ്മൾ ചെയ്തിരുന്നു. ആ വീഡിയോയുടെ ലിങ്ക് ഈ വീഡിയോക്ക് താഴെ ഞാൻ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ആ വീഡിയോ കണ്ട് മനസ്സിലാക്കി ഈ ഒരു സമയത്ത് ഗോൾഡ് സോവറൈൻ ബോണ്ട് പർച്ചേസ് ചെയ്യുവാനായി സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. യൂട്യൂബിന്റെ അൽഗോരിതം അനുസരിച്ച് ഈ വീഡിയോ കൂടുതൽ ആളുകളിലേക്ക് എത്തണമെങ്കിൽ നിങ്ങളുടെ ഒരു ലൈക്ക് തീർച്ചയായിട്ടും വേണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് ചെയ്യുക. തുടർന്നും ഇതുപോലുള്ള വീഡിയോകൾ ലഭിക്കണമെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി